അങ്ങനെ ഞങ്ങൾ രാത്രി വാഗമണിൽ റൂം എടുത്ത് കഴിഞ്ഞപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഒരു കുഞ്ഞു വീട് എന്താണ് അതൊരു കുഞ്ഞു സ്വർഗ്ഗമാണെന്ന് പറയുന്നത്. ആ 2 പട്ടിക്കുട്ടികൾ അവിടുത്തെ ഒരു വലിയ അവരുടെ ഒരു അംഗമാണെന്ന് വേണമെങ്കിൽ പറയാം. നല്ല കാഴ്ചകളായിരുന്നു അവിടെ വീട്ടുകാരെ കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് രാത്രി ഫുഡ് കഴിക്കാൻ തോന്നിയിട്ട് പലരോടും ചോദിക്കുമ്പോൾ ഒറ്റ കടയുടെ പേരെ പറയണം. അങ്ങനെ ആ കടയിൽ എത്തിയേക്കണം. എനിക്ക് കട കാണുമ്പോൾ തന്നെ അവിടെ ഉള്ളവർക്ക് മനസ്സിലാവും സെബാൻ ചേട്ടൻ്റെ തട്ടുകട കിടിലൻ ഫുഡായിരുന്നു, ഒന്നും പറയാനില്ല. അങ്ങനെ ഞങ്ങൾ രാത്രി കുറേ കയറ്റമൊക്കെ ഉണ്ടായിരുന്നു, നടന്ന് കയറി, കാരണം വണ്ടി എടുക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് നടന്ന് വന്ന് ഈ തട്ടുകടയിൽ നിന്ന് ഫുഡൊക്കെ മേടിച്ച് ഞങ്ങൾ റൂമിൽ പോയിരുന്ന് കഴിക്കാമെന്നും പറയുന്നത് നമ്മുടെ ഫ്രണ്ട് ഷിജോ ഫുഡൊക്കെ ആയിട്ട് നിൽക്കുന്ന സീനാണ് കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് ചില്ലി ചിക്കനും പൊറോട്ടയും അതുപോലെ എന്താണ് പറയുക പോട്ടി ഫ്രൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഡബിൾ ഓംലേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ കപ്പ ബിരിയാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇവിടെയുള്ള ജനങ്ങൾ അല്ലെങ്കിൽ എല്ലാവരും സജസ്റ്റ് ചെയ്തത് നമ്മുടെ സെബാൻ ചേട്ടൻ്റെ തട്ടുകടയാണ്. അതിൽ ഒരു കുറ്റവും ഇല്ല, കാരണം കിഡിലൻ ഫുഡായിരുന്നു. അപ്പോൾ നിങ്ങൾ വാഗമണിൽ പോകുമ്പോൾ സെബാൻ ചേട്ടൻ്റെ തട്ടുകട അന്വേഷിക്കാൻ മറക്കണ്ട. ബാക്കി ഇതേ കഴിച്ചു നോക്കിയിട്ട് നമ്മുടെ ഷീജോ നിങ്ങളോട് പറയുന്നതായിരിക്കും, കാരണം അവൻ നല്ലൊരു ഷെഫാണ്. അതുകൊണ്ട് തന്നെയാണ് അവൻ പറയട്ടെ എന്ന് ഞാൻ പറഞ്ഞത്. കറക്റ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നോർത്ത് ഈസ്റ്റിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ടൈപ്പ്. പക്ഷെ ഇതിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായത് ഇവര് ഇതിൻ്റെ ഇത് മല്ലിയില ഇട്ടിട്ടുണ്ട്. അതിന്റെ ടേസ്റ്റ് എന്നുവെച്ചാൽ തമിഴ്നാട് ബോർഡർ ആയതുകൊണ്ടായിരിക്കും മല്ലിയുടെ ടേസ്റ്റ് കയറി വരുന്നത്. പക്ഷെ അതും ഒരു വ്യത്യാസമായിട്ടുള്ള രീതി. ബാക്കിയെല്ലാം സെയിം തന്നെ, ചിക്കൻ ബാറ്ററിലാണ് ഫ്രൈ ചെയ്തേക്കുന്നത്. അതുപോലെ നമ്മൾ കപ്പ ബിരിയാണി പറഞ്ഞിട്ടുണ്ട്, പോട്ടി ഫ്രൈ ഞാൻ കഴിച്ചായിരുന്നു കേട്ടോ, കിടിലാണ്. കപ്പ ബിരിയാണി കഴിച്ചിട്ടില്ല. പിന്നെ ഇത് ഡബിൾ ഓംലേറ്റും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിന്റെ ഓണറായിട്ട് ഇപ്പൊ സംസാരിച്ചത് ജോസേട്ടൻ അല്ലേ? ജോസേട്ടൻ അതിന്റെ ഓർഡർ. പുള്ളി ഒരു ഷെഫ് ആയിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. പുള്ളി കോർഡിനേറ്റ് ചെയ്യുന്ന രീതി കണ്ടിട്ട് പുള്ളി ഒരു പ്രൊഫഷണൽ ഷെഫാണെന്ന് തോന്നുന്നത്. എന്തായാലും സംഭവം കിട്ടില്ല ഫുഡാണ്. വാഗമണിൽ ഒരു സെബാൻചേട്ടൻ്റെ ഫുഡ് ഇവിടെ കിട്ടില്ല. അതെ, സെബാൻചേട്ടൻ്റെ കടയിൽ നിന്ന് മാത്രമാണ് ഞങ്ങൾ ചോദിക്കണവരെല്ലാവരും പറയണം. എന്തായാലും കിട്ടില്ല ഫുഡ് നിങ്ങൾ ട്രൈ ചെയ്യുക വരുമ്പോൾ. അങ്ങനെ പാതിരാത്രിയായി, പട്ടിക്കുട്ടന്മാരൊക്കെ ഉറങ്ങി, ഞങ്ങൾ ഉറങ്ങാനുള്ള പരിപാടിയാണ്. ബാക്കി വിശേഷങ്ങൾ വാഗമണില്ല അല്ലേ, അത് പുറകെ വരും, വെയിറ്റ് ചെയ്യുക. രാത്രി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം വീഡിയോസ് നടത്തിയിട്ടില്ല. പക്ഷേ എന്നാലും നിങ്ങൾ കാണേണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തേക്കാം. ഓക്കെ.